ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമുക്കിന്ന് എൻ്റെ ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു, ആ ഒരു ദിവസം ഞാൻ എൻ്റെ സ്കിന്ന്, ഹെയർ, പിന്നെ അങ്ങനെ എല്ലാം ഫുൾ ബോഡി എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. എന്ന് വെച്ചാൽ എന്തൊക്കെ ഞാൻ ചെയ്യുന്നതാണ് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം ഞാൻ കരുതി ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്താലെന്ന് കരുതി. കാരണം വെച്ചാൽ ആഴ്ചയിൽ 1-2 തവണയായിരിക്കും ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പം അത് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിക്ക് കുറച്ച് മസാലകളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെഡിക്യൂർ ഞാൻ ആഴ്ചയിൽ 1 തവണ എന്ന് വെച്ചാൽ അപ്പം തവണ ചെയ്യും. അല്ലെങ്കിൽ എന്തായാലും മസ്റ്റിൽ 2 തവണയെങ്കിലും ഞാൻ പെഡിക്യൂർ ചെയ്യാറുണ്ട് വീട്ടിൽ തന്നെ. അപ്പം എന്തായാലും ഫേസിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഞാനിപ്പം കുറച്ച് നേരം ആരും എണീറ്റിട്ട് ഇതൊക്കെ ഇന്നലെ വാഷൊക്കെ ചെയ്തതാണ്, പക്ഷേ ഇത് പോകുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ എണീക്കുമ്പോൾ എപ്പോഴും ഞാൻ ഫസ്റ്റ് തന്നെ ഫേസ്, ഇനിയിപ്പോൾ എന്ത് പനിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എടുക്കുന്നത് പ്ലമ്മിൻ്റെ ഫേസ് വാഷാണ്. ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഫേസ് വാഷാണ്, നല്ലതാണ്. എൻ്റെ ഫേസിന് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഇവിടെ നിന്ന് ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴാണ് വാഷ് ചെയ്യുന്നത്, പക്ഷേ അവിടെ കാണിക്കാൻ വലിയ ഇതില്ല. അതുകൊണ്ട് ഞാൻ എവിടെയൊക്കെ വാഷ് ചെയ്യുക, ജസ്റ്റ് ഇവിടെ വാഷ് ചെയ്തിട്ട് അവിടെ പോയോ അല്ല ഫേസ് ഇങ്ങനെ ആക്കിയിട്ട് അവിടെ പോയിട്ട് വാഷ് ചെയ്യും. ഭയങ്കര പാടാണ്. ഇന്നലെ ഞാൻ കുറേ ഉപയോഗിച്ച് എന്താ അതൊക്കെ ഭയങ്കര പാടാണ്. ഇത് കുതിർന്ന് കഴിഞ്ഞാൽ പോകും. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ചെയ്തിട്ട് വരാം. കാരണം അവിടെ ചെയ്താൽ ഇത് തൃപ്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചെയ്തിട്ട് വരാം. അപ്പം ഇന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുള്ള എൻ്റെതായ കുറച്ച് മിസ്റ്റേക്ക് കാണാം. അതൊക്കെ നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തത് ഒരു മോയ്സ്ചറൈസർ ഇടണം. നമ്മൾ എപ്പോൾ ഫേസ് വാഷ് ചെയ്താലും ഒരു മോയ്സ്ചറൈസർ, ഞാൻ എന്തായാലും രാവിലെ എണീറ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടും. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ രാവിലെ എണീറ്റ് ഉടനെ മുഖം ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയിരിക്കാൻ നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. കാരണം നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടി ഫസ്റ്റ് തന്നെ ഫേസൊക്കെ വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഒരു ലിപ് ബാമൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം തോന്നും. അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. സമയം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും മോയ്സ്ചറൈസർ ഇടട്ടെ. അപ്പം ഞാനിടുന്ന മോയ്സ്ചറൈസർ എൻ്റെ കയ്യിലുള്ളത് പോൺസിൻ്റെ ഹൈഡ്രാ മിറാക്കിൾ ഇതാണ് മോയ്സ്ചറൈസറാണ്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫേവറേറ്റ് കേട്ടോ. ഞാൻ മേടിച്ചാൽ ഇതേ മേടിക്കുള്ളൂ. ബാക്കിയൊക്കെ മോയ്സ്ചറൈസറൊക്കെ മേടിക്കണം ആലോചിച്ചിട്ടായിരിക്കും ഞാൻ പോകുന്നത്. പക്ഷേ അവിടെ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇതേ കാണുള്ളൂ. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യണം. ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വീഡിയോ ഓണല്ലായിരുന്നു കേട്ടോ. ആളെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, മതി. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ലിപ് ബാം അപ്ലൈ ചെയ്തു. എല്ലാവരും രാവിലെ എണീക്കുമ്പോൾ ഇത്രയെങ്കിലും നേരം ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നമ്മളുടെ ഒരു സ്നേഹം തോന്നും. അവരുടെ മുടി ഒന്ന് ചെയ്യിക്ക് കെട്ടി വെക്കുക. അത് ഞാൻ കെട്ടിയിട്ടില്ല കാണിച്ചത്. മുടി ചെയ്താൽ വേണ്ടി ഇത്രയും നല്ലൊരു ഷേപ്പ് എടുക്കുക. ഇതായിരിക്കും നല്ലതല്ലേ. കുഞ്ഞു ഷേപ്പ് എടുക്കുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകും. അപ്പം മുടി ചെയ്താൽ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള ഷേപ്പ് എടുക്കാം. ഞാനെപ്പോഴും ഈ സാധനം വെച്ചിട്ടാണ് കെട്ടി വെക്കുന്നത്. വേറെ ഒന്നും എടുക്കെടുക്കാം. എല്ലാം മേടിച്ച് വെക്കും, പക്ഷേ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്നതാണ്. ആഴ്ച 2 തവണയല്ല ചെയ്യുന്നത്. ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. എന്നിട്ടുടനെ ഒക്കെ ചെയ്യും. 5 മിനിറ്റ് കാര്യമേ ഉള്ളൂ. സമയം പറഞ്ഞുകൊണ്ടാണ്.
അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തും കൂടെ ഒന്ന് ബെറ്റർ ആയിരിക്കും. നേരത്തെ ഒന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. നേരത്തെ ഒന്നും എനിക്കറിയില്ല. ഞാൻ സ്കിൻ കെയർ നോക്കുന്നില്ലായിരുന്നു. രാവിലെ എണീക്കുന്ന എങ്ങനെയാണ് എപ്പോഴാണ് പല്ല് തേക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത് അപ്പോൾ അങ്ങനെ മാത്രമേ ഉള്ളൂ. എന്നാലൊന്നും ഒരു മോയ്സ്ചറൈസർ ഇടയില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം മോയ്സ്ചറൈസർ ഇടുക, ലിപ്സ്റ്റിക് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഇപ്പം രാവിലെ എണീക്കുന്നില്ല ഇതൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്തു. അപ്പം നമ്മൾ രാവിലെ ഒരു ഫ്രഷ് ലുക്കാണെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ നല്ലൊരു ഫ്രഷായി കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അവനവനെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും ഒന്ന് സ്നേഹിക്കാൻ നിൽക്കില്ല. അപ്പം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്ത് കൊണ്ടു നടക്കാൻ നല്ലതായിരിക്കും. നമ്മളടുത്തത് പെഡിക്യൂർ ചെയ്യാൻ പോകാം. അത് ഞാൻ പെഡിക്യൂർ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ചില മിക്സ് ഞാൻ ഡെയിലി അതുകൂട്ട് തന്നെ ചെയ്യുന്നതല്ല, ഡെയിലി അല്ല ഞാൻ ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് എനിക്ക് എങ്ങനെയാണോ എൻ്റെ കയ്യിൽ സാധനമാണോ ഉള്ളത് അതനുസരിച്ച് ഞാൻ ജസ്റ്റ് എന്തായാലും കാല് ഞാൻ വൃത്തിയാക്കാറുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് പോയിട്ട് വരാം. എന്നാൽ എന്തായാലും വെള്ളം ചൂടാക്കുവാണല്ലോ, ഒരു ഹോട്ട് ഓയിൽ മസാജ് എന്താ ചെയ്താൽ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം ഞാനൊരു എൻ്റെ ബൗളെടുത്ത് അതിനകത്തോട്ട് ഞാൻ കരുതുന്ന ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. പെഡിക്യൂർ ചെയ്യുമ്പോഴത്തേന് ഹെയറിൽ ഓയിൽ പിടിക്കുമല്ലോ. അപ്പം നമുക്ക് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന തൊട്ട് നമ്മളിതും അതിൻ്റെ കൂടെ സെറ്റാക്കും. അപ്പം ഞാൻ എടുക്കുന്നത് ഒറിജിനൽ കോക്കനട്ട് ഓയിലാണ്. ഇത് നമ്മൾക്ക് ഈ നമ്മുടെ മില്ലിലൊക്കെ ചെന്ന് ആട്ടുന്ന മില്ലുണ്ടല്ലോ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കും. ഞാനിത് ആട്ടിയിട്ട് ഇപ്പോൾ ഇത്രയും കൂടെ ഉള്ളൂ, ഇനി മേടിക്കണം. ഞാനിതായിരിക്കും യൂസ് ചെയ്യുന്നത്. പാരച്ചൂട്ടിൻ്റെ അങ്ങനെയുള്ള ഓയിലൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. എനിക്കിത് ബെറ്ററാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ആട്ടി മേടിക്കുന്നതാണല്ലോ, അപ്പം അതിൻ്റെതായ ഒരു ഗുണം കാണുമല്ലോ. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ ഓയിലെടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 തവണ ഞാൻ ഓയിൽ മസാജ് ചെയ്ത് ഷാമ്പു ഇടുകയുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ഓയിലെടുക്കും. എല്ലായിടം പറ്റണമല്ലോ, അതിന് വേണ്ടി. ഇങ്ങനെ ഗുളുഗുളാന്ന് വേണം തിളച്ചിട്ട്. അത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് ഓഫാക്കാം. എന്തായാലും അത് ചൂടാവും ഓയിൽ. ഞാൻ അങ്ങനെ ആഴ്ചയിൽ 2 തവണ ഒന്നും യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴെങ്ങാണ് ഇതുകൊണ്ട് തോന്നുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം എല്ലാവർക്കും ഓട്ടോയിൽ യൂസ് ചെയ്യാൻ അറിയാമല്ലോ, അപ്പം അതൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പം എന്തായാലും അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിന് ശേഷം തലയിൽ ഓയിൽ മസാജ് ചെയ്തിട്ട് നമുക്കത് സെറ്റാക്കാൻ വെക്കാം. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. 15 മിനിറ്റ് ഈ തുമ്മൽ ചീറ്റിലൊക്കെ ഉള്ള ആൾക്കാർ 15 മിനിറ്റ് ഒന്നും വെക്കരുത്. കാരണം എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. കുറച്ചൊന്ന് എണ്ണ തേച്ചിട്ട് ഒരു 2, 3, 5 മിനിറ്റൊക്കെയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അത് കൂടുതൽ വെച്ച് കഴിയുമ്പം അന്ന് ഫുള്ള് ഞാൻ തുമ്മലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അതൊന്നും അത്രയും ടൈം വെക്കരുത്. അല്ലാത്ത ആൾക്കാരൊക്കെ ഒരു 15-20 മിനിറ്റ് വെക്കാം. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം. ചൂടായി കഴിഞ്ഞപ്പോൾ പാത്രവും കൂടെ എൻ്റെ കൂടെ ചൂടായി. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഞാൻ അരിപ്പോണ്ട് ഇങ്ങനെ പൊക്കിയെടുത്തു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആദ്യത്തെ എത്തി ഞാൻ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഓയിലും ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോഴത്തേനും ആ തിളച്ച വെള്ളം ചൂടാവും. ആ തിളച്ച വെള്ളത്തിനകത്ത് കാലെടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ പൊള്ളിച്ചാവും. അതുകൊണ്ട് അതൊന്ന് ചൂടാറട്ടെ. അപ്പം നമുക്ക് ഓയിൽ മസാജ് ചെയ്യുന്ന കണ്ടിട്ട് വരാം. നമുക്ക് ഓയിൽ മസാജ് ചെയ്യാം. ഓയിൽ തേക്കാം, മസാജ് ചെയ്യാം. ഞാൻ ഹെയർ കട്ട് ചെയ്തായിരുന്നു. അപ്പം ഹെയർ കട്ട് ചെയ്യുന്ന മറ്റേ ഹെയർ എനിക്കിഷ്ടം. പക്ഷേ ഹെയർ കട്ട് ചെയ്തപ്പോൾ ഈ ഹെയറാണ് എനിക്കിഷ്ടം. ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെഡിക്യൂർ അപ്പം നമുക്കിനിയും പെഡിക്യൂർ ചെയ്യാം. ഇപ്പം എന്തായാലും ചൂട് കുറച്ച് വന്നു പാലടിലെ നമുക്ക് കുറച്ച് വെച്ചോളം ആഡ് ചെയ്യും. എന്നിട്ട്
എന്ത് ചെയ്യണം, പെഡിക്യൂർ ചെയ്യണം. പെഡിക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടില്ല. ഞാൻ കുറേ ദിവസമായി നെയിൽ പോളിഷ് മേടിച്ചിട്ടല്ല, സോറി, അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കുറച്ച് മടിയായി. അപ്പം ഞാനത് ഇങ്ങനെ പോട്ടെ എന്ന് കരുതി കാലം അവരുടെ കാലിലൊക്കെ പോളിഷുണ്ട്. അപ്പം നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ നാൾ എൻ്റെ നാഗത്തിലെ ക്യൂടെക്സൊക്കെ അവിടെ തന്നെ ഇരിക്കുന്ന. ഇപ്പം ഞാൻ എന്തായാലും അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ കാലിൻ്റെ എന്തൊക്കെ ഇരിക്കുന്നത്, ആരും കണ്ടു ഞെട്ടരുത്. അപ്പം ആ ക്യൂടെക്സിൻ്റെ കളറാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇടണമെങ്കിൽ അതിനെ മണ്ടയ്ക്ക് മുന്നിൽ ക്യൂടെക്സ് എടുത്തിടും. അപ്പം ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്കിനിയും പിടിക്കുകയോ ചെയ്യുന്നുണ്ട്. നെയിലൊക്കെ ആക്കിയിട്ടുണ്ട്, നെയിൽ പോളിഷ് കളഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് ചെയ്യാൻ പിടിക്കുന്നുണ്ട്. അപ്പം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് പൊടി ഇടും. നാരകന്തരി ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇപ്പം മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് ഷാമ്പൂ ഇടും. അപ്പം ഞാൻ ഫുള്ളൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾ പെഡിക്യൂറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും എടുത്ത് കാണുക. അപ്പം ഞാനിത് ഫുള്ള് കാണിക്കുന്നില്ല, ഞാൻ ഡെയിലി ചെയ്യുന്നതാണ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഞാനിത് കുറച്ച് നേരം നോക്കി വെച്ചിട്ട് റിലാക്സ് ആവട്ടെ, അതുവരെ നിങ്ങൾ റിലാക്സ് ചെയ്യൂ. ഇനി ഇതൊക്കെ ഇട്ട് ഉരച്ച് എൻ്റെ പെഡിക്യൂർ തുടങ്ങട്ടെ. ഇതൊന്നും ഞാൻ കാണിച്ചില്ല, കാരണം ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ റെഡി ചെയ്തിട്ടുണ്ടല്ലോ, ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പിന്നെയും കാണിച്ചതുണ്ട്. ആകെ ഞാനൊരാളേ ഉള്ളൂ വീഡിയോ എടുക്കാൻ ഇത് ചെയ്യാൻ. അപ്പം ഇതെന്തായാലും ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പിന്നെ ഞാൻ കുളിച്ചിട്ടും കൂടെ വന്നിട്ട് നിങ്ങൾക്ക് നമുക്കിനിയും കാണാം. ഓക്കെ, എല്ലാവരും പറയില്ലേ മടി പിടിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പം നമുക്ക് പിന്നെ വലിയ പണി വരും. അതുകൊണ്ടുള്ള പണിയാണ് ഗൈസ് എനിക്കിപ്പം കിട്ടിയത്. ഇവിടൊക്കെ ഞാൻ പിന്നെയും തുടച്ചൊക്കെ വൃത്തിയാക്കേണ്ടി വന്നു. എന്ത് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ല ഞാൻ എവിടെ പരിപാടി ചെയ്തിരിപ്പിച്ചാലും ഇതൊക്കെ തന്നെ. അപ്പോൾ അത് പുത്തിരിയല്ല. അപ്പോൾ ഞാൻ വെള്ളം തട്ടിത്തരക്കളത്. ഇനി എന്തായാലും നമുക്ക് ഞാനൊക്കെ കുളിക്കാനൊക്കെ പോയി ഇതെന്തായാലും കഴുകി കളയുകയൊക്കെ ചെയ്യണം. എന്നിട്ട് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യണം, എന്നിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് എന്തായാലും കുളിച്ചിട്ട് വന്നിട്ട് ഞാനെല്ലാം സെറ്റാക്കിയിട്ട് കാണിക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ. ഇത് പ്ലമ്മിൻ്റെ കോക്കനട്ട് മിൽക്കിൻ്റെ ഷാമ്പൂ, പിന്നെ ഹിബിസ്കസിൻ്റെ ഉണ്ട്. ഞാൻ കോക്കനട്ടിൻ്റെ കാണിച്ചത് നല്ല ഷാമ്പുവാണ്. നമുക്ക് ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടി ഇതൊക്കെ ഈ ഒരു പ്ലമ്മിൻ്റെ ഷാമ്പു നല്ലതാണ് കേട്ടോ. പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നല്ല ഷാമ്പു ആണ്. നല്ല ഒന്ന് ഡ്രൈ ആയിട്ട് ഇടുന്ന ഹെയർ ഉള്ളവർക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം, ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നല്ല റിസൾട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കാണാം. ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷമാണ് നെയിൽ പോളിഷൊക്കെ അപ്ലൈ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അപ്പം കുറച്ച് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായില്ലേ, വെള്ളമൊക്കെ തട്ടിപ്പോയി അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ എഫക്റ്റിൽ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ലിബാമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു റെഡ് കളറാണെന്ന് തോന്നുന്നു എൻ്റെ കയ്യിൽ നിന്ന് ആ റെഡ് കളറിലുള്ള ഒരു ക്യൂടെക്സ് ഒക്കെ ഞാൻ ഇട്ട് കൊടുത്ത്. നമ്മുടെ അങ്ങനെ ബ്രൈറ്റ് കളർ ഇടുമ്പോൾ നമ്മുടെ കാലിലൊരു കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റനായിട്ട് തോന്നും നമ്മുടെ കാല്. അപ്പം എൻ്റെ കാലിൽ അങ്ങനെ ലുക്ക് എൻ്റെ കാലിലെ സുന്ദരി കാലായില്ലേ ഗൈസ്. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടിയൊക്കെ ഒന്ന് അതൊക്കെ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ഇടും. അപ്പം
അപ്പം എല്ലാവർക്കും വേണ്ടി ഇതുകൊണ്ട് കുറച്ച് സമയങ്ങളൊക്കെ മാറ്റി വെക്കുക. നമ്മുടെ ഫേസ്, നമ്മുടെ സ്കിന്ന്, ഫുൾ ബോഡി, ഹെയർ, ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് കുറച്ച് സമയം, 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം. സൺഡേ ഒക്കെ എല്ലാവരും ലീവ് ആയിരിക്കുമല്ലോ, എല്ലാവരും ഫ്രീ ആയിരിക്കില്ല, കുറച്ച് ടൈം നമുക്ക് വേണ്ടി മാറ്റി വെക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ഇല്ലാതാക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. അല്ല മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാനും നമുക്ക് വേണ്ടി ജീവിക്കാനൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പം കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് അതിനോർക്ക് വിഷമം വരും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സമയം നമ്മളിപ്പോൾ എല്ലാവർക്കും വിഷമം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. അപ്പം അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി കുറച്ചൊക്കെ ജീവിക്കണം. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. മാസത്തിൽ 1-2 തവണ ചെയ്താൽ മതിയായിരിക്കും. അപ്പം എല്ലാവരും നല്ലപോലെ ഇരിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു ബെൽ ഐക്കൺ അവിടെ ഉണ്ടായിരിക്കുക, അതൊന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പം ഓക്കെ, ബൈ.